അല്ലാഹു പറയാൻ ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും, നിങ്ങളുടെ മാതാപിതാക്കളോ നിങ്ങളുടെ സന്താനങ്ങളോ നിങ്ങളുടെ സഹോദരന്മാരോ വഅസ്വാജുകും വഅശീറതുകും, നിങ്ങളുടെ ഇണകളോ നിങ്ങളുടെ കുടുംബക്കാരോ വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ, നിങ്ങൾ സമ്പാദിച്ചു വെക്കുന്ന നിങ്ങളുടെ സമ്പാദ്യമോ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ, നഷ്ടം ഭയന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കച്ചവടങ്ങളോ വമസാകിനു തർദൂനഹാ, നിങ്ങൾ തൃപ്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭവനങ്ങളോ അഹബ്ബ ഇലൈക്കും നിങ്ങളിലേക്ക് പ്രിയപ്പെട്ടതായാൽ മിനല്ലാഹി വറസൂലി വജിഹാദിൻ ഫീ സബീലി, അല്ലാഹുവിനേക്കാൾ അവന്റെ റസൂലിനേക്കാൾ ഈ പറഞ്ഞ പട്ടികയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായി മാറിക്കഴിഞ്ഞാൽ ഫതറബ്ബസൂ, നിങ്ങൾ കാത്തിരിക്കുക, ഹത്താ യഅതിയല്ലാഹു ബിഅംരി, നിങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു തീരുമാനമെടുക്കുന്നത് വരെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, ഫാസിഖുകളായ മനുഷ്യരെ അല്ലാഹു ഒരിക്കലും തന്നെ നേർവഴിയിലാക്കുകയില്ല. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക, എന്നെ സ്നേഹിക്കുക. യുഹ്ബബകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നതാണ്. ഫയഗ്ഫിർ ലക്കും ദുനൂബക്കും, അവൻ നിന്റെ പെങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നതാണ്. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. പരിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സ്നേഹിക്കപ്പെടേണ്ടവർ. അത് കഴിഞ്ഞിട്ട് മറ്റാരുള്ളൂ. നമ്മുടെ ഉമ്മയായാലും നമ്മുടെ വാപ്പയായാലും നമ്മുടെ കൂട്ടുകാരനായാലും നമ്മുടെ മക്കളായാലും നമ്മുടെ കച്ചവടമായാലും നമ്മുടെ വീടായാലും നമ്മുടെ സ്ഥാപനങ്ങളായാലും ഇടപാടുകളായാലും ഏത് വിഷയമായാലും പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹബ്ബത്ത് കഴിഞ്ഞിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. അതൊക്കെ അപ്പോഴാണ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമത്തു ഷഹാദ പൂർത്തിയാവുക. എന്തിന് നമ്മൾ പ്രവാചകനെ സ്നേഹിക്കണം? എന്തിനാണ് റസൂലുള്ളാഹിയെ നമ്മൾ സ്നേഹിക്കുക? ഓരോ ആളുകളെ സ്നേഹിക്കുന്നതിന് ഓരോ കാരണം ഉണ്ടാവുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് സ്നേഹം വരണമെങ്കിൽ ആ റസൂലിൻ്റെ ജീവിതത്തെ മാത്രം നാം പഠിച്ചാൽ മതി. ത്യാഗനിർഭരമായ ജീവിതം. പ്രവാചകത്വത്തിന് ശേഷമല്ല, പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ ത്യാഗനിർഭരമായിരുന്നു റസൂലുള്ളാഹിൻ്റെ ജീവിതം. പ്രവാചകൻ ജനിക്കുന്നത് എങ്ങനെയാണ്? അനാഥത്വം പലതരത്തിലുണ്ട്, അനാഥത്വം പല രീതിയിലുണ്ട്. അതിലേറ്റവും ഭയാനകമായ, ഏറ്റവും വേദനാജനകമായ, ഏറ്റവും തീവ്രമായ അനാഥത്വം ഏതാണെന്നറിയോ? സ്വന്തം ഉപ്പാനെ ഒന്ന് കാണാൻ കഴിയാത്ത, വിദൂരതയിലെങ്കിലും ആ ഉപ്പാനെ കാണാൻ ഒരു സാധ്യതയ പോലും ഇല്ലാത്ത അനാഥത്വമാണ് അനാഥത്വത്തിൻ്റെ ഏറ്റവും തീവ്രമായ വിഭാഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത് ആ അനാഥത്വത്തിലേക്കാണ്. പ്രവാചകൻ ജനിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അബ്ദുള്ള മരണപ്പെട്ടു പോയിട്ടുണ്ട്. പ്രവാചകൻ സ്വന്തം ഉപ്പാനെ കണ്ടിട്ടില്ല, ബാപ്പാനെ കണ്ടിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അങ്ങോട്ട് ജനിച്ചു വീഴുന്നത് ദാരിദ്ര്യത്തിലാണ്. തിന്നാനും കുടിക്കാനും പോലും ശരിക്കുള്ള വകയില്ലാത്ത അവസ്ഥയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു വീഴുന്നത്. മക്കയിലൊരു ഏർപ്പാടുണ്ട്. എന്താണെന്നറിയോ? ഒരു സമയമായി കഴിഞ്ഞാൽ മക്കയിലെ ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണത്തിലേക്ക് സ്ത്രീകൾ, കുടുംബങ്ങൾ കൂട്ടം കൂട്ടായിട്ട് വരും. എന്തിനാ കുടുംബങ്ങൾ വരുന്നത്? ആ മക്കയിലുള്ള ധനാഢ്യന്മാരായ ഖുറൈശികളായ ആഢ്യത്വമുള്ള ആളുകളുടെ കുട്ടികളെ ദത്തെടുക്കുന്നതിന് വേണ്ടിയാണ്. എന്നിട്ട് ദത്തെടുത്തിട്ട് അവരവരുടെ നാടുകളിലേക്ക് പോകും. എന്നിട്ട് ആ കുട്ടിയെ മുലയൂട്ടും. ആ കുട്ടിക്ക് നല്ല ഭാഷ പഠിപ്പിച്ചു കൊടുക്കും, നല്ല സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കും. എപ്പോഴും നല്ല സംസ്കാരം നിലനിൽക്കുക ഉൾഗ്രാമങ്ങളിലായിരിക്കും, കുഗ്രാമങ്ങളിലായിരിക്കും. അതിനുവേണ്ടിയാണ് അവരെയും കൂട്ടി കൊണ്ടുപോകുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചപ്പോഴും ഈ സംഭവം നടന്നു. ഉൾഗ്രാമങ്ങളിൽ നിന്ന് കുട്ടികളെ ദത്തെടുക്കുന്നതിന് വേണ്ടി ഒരുപാട് കുടുംബങ്ങൾ വന്നു. ആ കുടുംബങ്ങളെല്ലാം പണക്കാരായ ആളുകളുടെ കുട്ടികളിലേക്ക് നോക്കി. അവരെ ഏറ്റെടുക്കാൻ വേണ്ടി പരസ്പരം മത്സരിച്ചു, വില പറഞ്ഞു, വലിയ പ്രതിഫലങ്ങൾ വാങ്ങി, തിരിച്ചുപോയി. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റെടുക്കാൻ ഒരാളും തന്നെ തയ്യാറായില്ല. കാരണം അദ്ദേഹം അനാഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉപ്പാപ്പാക്കാണെങ്കിൽ അവർ പറയുന്ന വലിയ പ്രതിഫലം കൊടുക്കാനുള്ള ത്രാണിയുമില്ലായിരുന്നു, കഴിവുമില്ലായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റെടുക്കാൻ ആരുമില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ. അവസാനം ആ കുഞ്ഞുമോൻ, ആ പൈതൽ അവിടെ ബാക്കിയായപ്പോൾ ഹലീമ അവർ
ആ രംഗം കണ്ടിട്ട്, ആ കുട്ടിയുടെ ഓമനത്വം കണ്ടിട്ട്, ആ കുട്ടിയുടെ ദയനീയാവസ്ഥ കണ്ടിട്ട് അവർ ആ കുട്ടി ഏറ്റെടുക്കുകയാണ്, വെറുതെ മുലയൂട്ടുന്നതിന് വേണ്ടി. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഞ്ഞിമയായി, നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ മഞ്ഞിമയായി ഹലീമ മാറുന്നത്, ഹലീമ ബിവി മാറുന്നത്. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ വീട്ടിൽ വളരുകയാണ്. അവിടുന്ന് ഒരുപാട് അത്ഭുതങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് അത്ഭുതങ്ങൾ. അവിടുന്ന് അങ്ങോട്ട് പ്രിയപ്പെട്ടവരെ 4-5 വയസ്സിൽ ആമിന ബീവി തൻ്റെ മകനെ തിരിച്ചു വിളിക്കുകയാണ്, തിരിച്ചെടുക്കുകയാണ്. പിന്നീട് എന്താ സംഭവിക്കുന്നതെന്നറിയോ? 6-ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. ഈ സമയത്ത് മദീനയിലേക്ക് യാത്ര പോയിട്ട് തിരിച്ചു വരുമ്പോൾ 2ാമത്തെ സംഭവം റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ നടക്കുകയാണ്. എന്താണ് സംഭവം? ആമിന ബീവി മരിക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ മരിക്കാൻ. 6-ാമത്തെ വയസ്സിൽ. 6 വയസ്സ് എന്ന് പറഞ്ഞാൽ ബന്ധങ്ങളുടെ വില മനസ്സിലാവുന്ന പ്രായം, ഉമ്മയാരാണെന്ന് മനസ്സിലാവുന്ന പ്രായം, ബാപ്പയാരാണെന്ന് മനസ്സിലാവുന്ന പ്രായം, എൻ്റെ ഉമ്മ എനിക്ക് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാവുന്ന പ്രായം, ഭക്ഷണം ഉമ്മ കൊടുത്താൽ മാത്രമേ കഴിക്കുള്ളൂ എന്ന് കുട്ടികൾ വാശി പിടിക്കുന്ന പ്രായം, ബാത്റൂമിൽ പോകണമെങ്കിൽ, വസ്ത്രം മാറണമെങ്കിൽ, എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും എൻ്റെ ഉമ്മ എൻ്റെ അരികിൽ വേണമെന്ന് കുട്ടികൾ വാശി പിടിക്കാൻ തുടങ്ങുന്ന പ്രായം. 2ാം ക്ലാസ്സിൽ നമ്മുടെയൊക്കെ മക്കൾ പഠിക്കുന്ന സമയം. ആ സമയത്ത് ഒരടിമയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആമിന ബിവിയും യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ രോഗം മൂർച്ഛിച്ച് അവിടെ മരണപ്പെടുകയാണ്. അവിടെയാണ് നാടകീയമായ ചില രംഗങ്ങൾ നടക്കുന്നത്. ഈ 6 വയസ്സുള്ള മകൻ, ആ മകൻ സ്വന്തം ഉമ്മയുടെ കബറ് കുഴിക്കുന്നതിന് വേണ്ടി കുഞ്ഞു കൈകൾ കൊണ്ട് മണ്ണ് മാന്തുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെയൊക്കെ ചെറിയ മക്കളുടെ ഉമ്മയോ വാപ്പയോ മരണപ്പെട്ടാൽ അവരെ ഒക്കത്തിരുത്തി സമാധാനിപ്പിക്കാൻ, ആ മയ്യത്തൊന്നവരെ കാണാതിരിക്കാൻ, കരയാതിരിക്കാൻ, ആ വിരഹത്തിൻ്റെ നൊമ്പരത്തിൻ്റെ വേദന ആ കുഞ്ഞു ഹൃദയത്തെ പിടിച്ചൊലക്കാതിരിക്കാൻ അവരെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് കുടുംബക്കാരുണ്ടാവും, നാട്ടുകാരുണ്ടാവും, ഉപ്പാപ്പയുണ്ടാവും, ഉമ്മാമയുണ്ടാവും, എളാമയുണ്ടാവും, മൂത്തമ്മയുണ്ടാവും. പക്ഷേ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ 6-ാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ ആ മകനെ ഒന്ന് ചേർത്തണച്ചു പിടിച്ചിട്ട് അതിൻ്റെ നെറ്റിയിലേക്ക് ഉമ്മ കൊടുക്കാൻ ഒരാൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. മറമാടുകയാണ് അടിമ. ആ അടിമയുടെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഉമ്മാക്ക് വേണ്ടി ഖബർ കുഴിക്കുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവിടെ നിന്ന് അങ്ങോട്ട് റസൂൽ അനാഥനാണ്. മക്കയിലേക്ക് എത്തിയപ്പോൾ അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുത്തു. 2 വർഷക്കാലമാണ് അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണം പ്രവാചകന് ലഭിച്ചത്. 8-ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബും മരിച്ചു വീഴുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ആ അനാഥ ബാലൻ വളർന്നു. ആരുടെയും സംരക്ഷണമില്ലാതെ, ആരുടെയും മേൽനോട്ടമില്ലാതെ വളർന്നു. അബൂ താലിബ് കഴിയുന്ന വിധം അദ്ദേഹത്തെ സഹായിച്ചു. എന്തുകൊണ്ടാണ് റസൂൽ ഉമ്മിയായി പോയത്? എന്തുകൊണ്ടാണ് പ്രവാചകന് വിദ്യാഭ്യാസമില്ലാത്ത ആളായി മാറിപ്പോയത്? പഠിപ്പിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് അക്ഷരം പഠിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം സംരക്ഷണം മാറി മാറി വരികയായിരുന്നു. എങ്കിലും മക്കയിലെ ഉന്നത വിദ്യാഭ്യാസം നേടിയ സാക്ഷരരായ യുവാക്കൾ വളരുന്നതിൻ്റെ എത്രയോ മുകളിൽ അവരെക്കാൾ സംസ്കാര സമ്പന്നനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാറി. കവിതകൾ ആലപിക്കുകയും പ്രബന്ധങ്ങൾ രചിക്കുകയും വലിയ വലിയ കവി സാമ്രാട്ടുകൾ പാടിപ്പറയുകയും ചെയ്ത യുവാക്കൾ മദ്യത്തിലും ലഹരിയിലും മദിരാശിയിലുമായിരുന്നപ്പോൾ എഴുതാനും വായിക്കാനും അറിയാത്ത മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന യുവാവ് ചുണ്ടിലേക്ക് മദ്യത്തിന്റെ ചഷകങ്ങൾ അടിപ്പിച്ചിട്ടില്ല, വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിട്ടില്ല, ബിംബത്തിന്റെ മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചിട്ടില്ല. അല്ലാഹു അക്ബർ. അല്ലാഹു ആ ബാലനെ വളർത്തിക്കൊണ്ടുവന്നു. അവന്റെ സംരക്ഷണത്തിൽ, അവന്റെ ഉത്തരവാദിത്വത്തിൽ, അവന്റെ ഹഫളത്തിൽ ആ ബാലനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തിക്കൊണ്ടുവന്നു. അവനെ മക്കക്കാര് സ്നേഹത്തോടെ വിളിച്ചു അൽ അമീൻ, അസ്സുദ്ദീഖ്, കളവ് പറയാത്തവൻ, ചതിക്കാത്തവൻ, വഞ്ചിക്കാത്തവൻ, മക്കയിലെ അതുല്യനായ യുവാവ്, അനുപമമായ സ്വഭാവത്തിന്റെ ഉടമ, എന്തൊക്കെ മക്കക്കാര് സ്നേഹത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. പ്രവാചകൻ ഒരു അഭിപ്രായം പറഞ്ഞാൽ, മുഹമ്മദ് ഒരു അഭിപ്രായം പറഞ്ഞാൽ എതിരഭിപ്രായം പറയാൻ അവിടെ ആളുകൾ ഉണ്ടായിരുന്നില്ല. അത്രമാത്രം സ്വീകാര്യത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ ഉണ്ടായിരുന്നു. ഏതുവരെ? 40-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്നത് വരെ. പ്രവാചകത്വം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ കൂട്ടത്തിൽ വഹി അവസാനിച്ചു, ആകാശലോകത്തു നിന്ന് മനുഷ്യർക്ക് വരുന്ന വഹി അവസാനിച്ചു. ഖാത്തമുൻ നബിയീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണ്. ഇനി റസൂൽ അവസാനത്തെ പ്രവാചകനല്ലാന്ന് ഇരിക്കുക. ഉദാഹരണത്തിന് പറയാണ് കേട്ടോ, നമുക്ക് അല്ലാഹുവിൻ്റെ വഹി കിട്ടാണ്, നമ്മളെ അള്ളാഹു പ്രവാചകനായി തിരഞ്ഞെടുക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളോട് പറയാണ്, ജിബ്രീൽ വന്നിട്ട് പറയാണ്, നീ പ്രവാചകനാണ്, നീ സമൂഹത്തോട് പറയണം, അള്ളാഹുവിനെ കുറിച്ച് പറയണം, നിന്റെ റിസാലത്തിനെ കുറിച്ച്. എന്തായിരിക്കും അവസ്ഥ? നമ്മൾ പറയാണ് നമ്മുടെ സഹപാഠികളോട്,
നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോട്, നമ്മുടെ വീട്ടുകാരോട് നമ്മെ ഏറ്റവും ആദ്യം എതിർക്കുന്നവർ, നമ്മെ ഏറ്റവും ആദ്യം കളിയാക്കുന്നവർ, നമ്മെ ഏറ്റവും ആദ്യം പരിഹസിക്കുന്നവർ ആരായിരിക്കും? നമ്മോട് ഏറ്റവും സ്നേഹമുള്ളവരായിരിക്കും, നമ്മോട് ഏറ്റവും അടുത്തവരായിരിക്കും. ആദ്യമൊക്കെ നമ്മൾ പറയുമ്പോൾ എന്താ നിനക്ക് പറ്റിയത്, ആദ്യം അവർ തമാശാക്കും, ആയിക്കോട്ടെ നീ നബിയാണല്ലേ ആയിക്കോട്ടെ. പിന്നീട് പറയുമ്പോൾ അവർ കളിയാക്കാതെ നിനക്ക് എന്താ പറ്റിയത്, ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. പിന്നെ അവർ നമ്മളെ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകും, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകും. ഇവന് തലക്കെന്തോ പ്രശ്നമുണ്ട്, ഇവനിങ്ങനെ നബിയാന്ന് ഇങ്ങനെ പറയണ്ട. ആ രംഗം നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. പിന്നെ നമ്മുടെ സംസാരങ്ങൾ ആളുകളുടെ ഹൃദയത്തിൽ സ്വാധീനിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ വീടുകളിൽ എതിർപ്പ് വരും, സുഹൃത്തുക്കളിൽ എതിർപ്പ് വരും. നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ നമ്മെ കളിയാക്കാനും പരിഹസിക്കാനും. അത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സംഭവിച്ചത്. വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നിന്റെ അടുത്ത ആളുകൾക്ക് നീ മുന്നറിയിപ്പ് നൽകണം. സഫാ കുന്നിന്റെ മുകളിൽ കയറി നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ ആദ്യ എതിർത്തതാരാണ്? സ്വന്തം മൂത്താപ്പയാണ്. തബ്ബൽ ലക യാ മുഹമ്മദ് ഹലിഹാദാ ജമഅതനാ, മുഹമ്മദേ നിനക്ക് നാശം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? ഇതിനാണോ ഞങ്ങളുടെ സമയം നീ കളഞ്ഞത് എന്ന് അവിടുന്ന് അങ്ങോട്ട് പ്രവാചകൻ കേൾക്കാത്ത പേരുണ്ടോ? സാഹിർ, മജ്നൂൻ, കദ്ദാബ്, കള്ളൻ, മാരണക്കാരൻ, ബുദ്ധിയില്ലാത്തവൻ, ഭ്രാന്തനായവൻ, സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവൻ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കാത്ത പേരുകൾ ഉണ്ടായിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മളൊക്കെ പണ്ടേ കേൾക്കുന്ന ചരിത്രമാണ്. നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകന്റെ തോളിലേക്ക് ഒട്ടകത്തിന്റെ പുഴുവരിക്കുന്ന കുടൽമാല വലിച്ചെറിഞ്ഞ് അതൊന്നെടുത്ത് നീക്കാൻ പോലും ആ പരിസരത്ത് ആരും ഉണ്ടായിരുന്നില്ല. അത് നീക്കാൻ പ്രവാചകന്റെ പൊന്നുമോള് വരണ്ടി വന്നു വീട്ടിൽ നിന്ന്. ആണുങ്ങളുടെ ഇടയിലൂടെ, പുരുഷന്മാരുടെ ഇടയിലൂടെ സ്വന്തം ബാപ്പാന്റെ തോളത്തുനിന്ന് ആ ഒട്ടകത്തിന്റെ കുടൽമാല എടുത്തു മാറ്റിയിട്ട് അദ്ദേഹത്തെ ഒന്ന് സ്വതന്ത്രനാക്കാൻ സ്വന്തം മോള് വരേണ്ടി വന്നു. ഒരാൾ അനങ്ങിയില്ല. പ്രവാചകൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകന്റെ കഴുത്തിലേക്ക് മുണ്ടിട്ട് മുറുക്കിയിട്ട് കണ്ണ് പുറത്തേക്ക് തള്ളി വന്ന് മുഖം ചുവന്നു തുടിച്ചപ്പോ ആ റസൂലുള്ളാഹിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ആ പ്രവാചകന് വേണ്ടി ഒന്ന് ശബ്ദിക്കാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, സ്വന്തം കുടുംബം വരേണ്ടി വന്നു. സ്വന്തം കുടുംബം. ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണം എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തിന്റെ പരിസരത്തിരിക്കുമ്പോൾ അബൂജഹൽ വന്നിട്ട് പ്രവാചകന്റെ തലയിൽ ഒറ്റടിയാണ് കല്ലെടുത്തിട്ട്. പ്രതികരിക്കാൻ ആരുമില്ല. എന്തിനാണ് മുഹമ്മദിനെ അടിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ ആരുമില്ല. അത്രത്തോളം എല്ലാവരാലും അവഗണിക്കപ്പെട്ടു, എല്ലാവരാലും അപഹസിക്കപ്പെട്ടു, എല്ലാവരാലും അരികുവൽക്കരിക്കപ്പെട്ടു. എന്നിട്ട് അല്പം ഒരു സമാധാനത്തിന് വേണ്ടിയാണ് വിഖ്യാതമായ ത്വായിഫിന്റെ ചരിത്രം ഉടലെടുക്കുന്നത്. ത്വായിഫിന്റെ ചരിത്രം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മെ എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില മുഖങ്ങളുണ്ടാവും, ചില ഓർമ്മകളുണ്ടാവും. അത് നമുക്ക് വല്ലാത്തൊരു ആശ്വാസമാണ്. കുറച്ച് ആളുകളെ ചേർന്ന് നമ്മളെങ്ങനെ ഉപദ്രവിക്കാൻ വരിക, പരിഹസിക്കുക, അപഹസിക്കുക, കുത്തുവാക്കുകൾ പറയുക, ഒറ്റപ്പെടുത്തുക, ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ കരയില്ല, നമ്മുടെ കണ്ണ് നിറയില്ല, നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കും. പക്ഷേ നമ്മോട് അടുത്ത ഒരാൾ വന്നിട്ട് നമ്മുടെ തോളത്ത് കൈയിട്ടിട്ട് നമ്മങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയാണ്, സാരില്ലടാ, കുഴപ്പമില്ല, നിന്റെ കൂടെ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കരയും, പൊട്ടിക്കരയും. നമ്മുടെ കണ്ണിന്ന് ആ സമയമാണ് കണ്ണുനീര് വരിക. ആ കണ്ണുനീര് സമാധാനത്തിൻ്റെതാണ്, ആ കണ്ണുനീര് നന്ദിയുടേതാണ്, ആ കണ്ണുനീര് സുരക്ഷിതത്വ ബോധത്തിൻ്റെതാണ്. എല്ലാവരും എന്നെ കളിയാക്കിയാലും എൻ്റെ സുഹൃത്ത് എൻ്റെ ഒപ്പം ഉണ്ടല്ലോ, എൻ്റെ ബാപ്പ എൻ്റെ ഒപ്പം ഉണ്ടല്ലോ, എൻ്റെ സഹോദരൻ എൻ്റെ ഒപ്പം ഉണ്ടല്ലോ. ഈ ഒരു സുരക്ഷിതത്വവും സാന്ത്വനവും പ്രതീക്ഷിച്ചാണ് പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലേക്ക് പോകുന്നത്. 3 അമ്മാപ്പന്മാരെ കണ്ടു. ഓരോ ആളുകളും വ്യത്യസ്തമായ കാരണങ്ങൾ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചയച്ചു എന്ന് മാത്രമല്ല, പ്രവാചകൻ അവർ വീട്ടിൽ നിന്ന് അങ്ങാടിയിലേക്ക് എത്തുന്നതിന്റെ മുന്നേ തെരുവ് കുട്ടികളെ പറഞ്ഞേൽപ്പിച്ചു. എന്താ പറഞ്ഞേൽപ്പിച്ചത്? ഓനെ കാണുമ്പോൾ നിങ്ങൾ കൂക്കണം, ഓനെ നിങ്ങൾ കല്ലെടുത്തെറിയണം എന്ന് പറഞ്ഞ് തെരുവ് കുട്ടികളെ പ്രവാചകൻ നിരാശനായി, തൻ്റെ കുടുംബത്തിൽ നിന്ന് സംരക്ഷണം കിട്ടില്ല എന്ന വലിയ സത്യം മനസ്സിലാക്കി അങ്ങാടിയിലേക്ക് വന്നപ്പോൾ പ്രവാചകനെ വരവേറ്റത് തെരുവ് കുട്ടികളാണ്. കൂക്കി വിളിച്ചിട്ട് എന്നിട്ട് പ്രവാചകൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിയാൻ തുടങ്ങി. നിങ്ങൾ ആ രംഗം ഒന്ന് പിക്ചറൈസ് ചെയ്ത് നോക്ക്, ആ രംഗം ഒന്ന് നിങ്ങൾ മനസ്സിൽ കണ്ടു നോക്ക്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നിലും തെരുവ് കുട്ടികൾ പിന്നിലുമായി ഓങ്ങിപ്പിടിച്ച കല്ലുമായി പ്രവാചകൻ മുന്നിൽ സ്വന്തം ശരീരം കാക്കാൻ വേണ്ടി ഓടുന്ന ആ രംഗം പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്ക്. ഓങ്ങല് മാത്രമല്ല, എറിഞ്ഞു, പ്രവാചകന്റെ കാലിന് ഏറുകൊണ്ടു, കാല് പൊട്ടി, ചോര വന്നു.
ആ കുട്ടികളുടെ കണ്ണിൽ നിന്ന്, ആ അക്രമികളുടെ കണ്ണിൽ നിന്ന് മാറി പ്രവാചകൻ ഒളിച്ചിരുന്ന് പ്രവാചകൻ കരഞ്ഞു. അവിടുത്തെ കവിൾത്തടത്തിലൂടെ കണ്ണുനീരങ്ങനെ ചാലിട്ടൊഴുകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ചെരുപ്പിലേക്ക് നോക്കി. ആ ചെരുപ്പും കാലും തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. കാരണം തൻ്റെ കാലിലൂടെ പൊട്ടിയൊഴുകിയ രക്തം, ആ രക്തം തൻ്റെ ചെരുപ്പിനെ കാലിനോട് ഒട്ടിച്ചിരിക്കുന്നു. പ്രവാചകൻ ആ ചെരുപ്പ് പറിച്ചെടുത്തു, കരഞ്ഞു, അള്ളാഹുവിനോട് പരാതി പറഞ്ഞു, അള്ളാഹുവേ എൻ്റെ കഴിവുകേട്. പ്രവാചകന്റെ വാക്കെങ്ങനെയാണ്? അള്ളാഹുവേ എൻ്റെ കഴിവുകേട്, എന്നെ ആരും കേൾക്കുന്നില്ല, എന്നെ പരിഹരിക്കാൻ ആരുമില്ല റബ്ബേ, എന്നെ അനുസരിക്കാൻ ആരുമില്ല. നീ എന്നെ ഏൽപ്പിച്ച ഈ ദൗത്യം എന്നിൽ നിന്ന് ഏറ്റെടുക്കാൻ ആരെയും ഞാൻ കാണുന്നില്ല റബ്ബേ. നീ മാത്രമാണ് രക്ഷ, നീ മാത്രമാണ് സമാധാനം എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ സന്ദർഭം പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. അവിടെയാണ് അള്ളാഹുവിന്റെ മറുപടി ഉണ്ടാകുന്നത്. മലക്കുകൾ വന്നു, അള്ളാന്റെ റസൂലേ, താങ്കൾ ഒരു വാക്ക് മൂളുകയാണെങ്കിൽ താങ്കളെ ആക്രമിച്ച ജനതയുടെ അവസാനത്തെ ദിവസമായിരിക്കും ഇന്നെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ചരിത്രത്തിൽ വിഖ്യാതമാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹും ഫഇന്നഹും ലാ യഅലമൂൻ. നാഥാ, നീ അവർക്ക് പുറത്തു കൊടുക്കണം റബ്ബേ. അവരറിവില്ലാത്തവരാണ്, അവർ വിവരമില്ലാത്തവരാണ്. അവരെ ഈ നാട് മുഴുവൻ നശിപ്പിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം അവരുടെ മുതുകുകളിൽ നിന്ന് വരുന്ന മക്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പറയുന്നതാണ് റബ്ബേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. കാലങ്ങൾ കഴിഞ്ഞു, നൂറ്റാണ്ടുകൾ കടന്നുപോയി. 1400 വർഷങ്ങൾക്കിപ്പുറം അതേ പ്രദേശത്ത് ത്വായിഫിലേക്ക് എത്തണമെങ്കിൽ ഇന്ന് സൗദി അറേബ്യയിൽ വലിയൊരു ചുരം കയറണം. ആ ചുരം കയറി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കൊരു മീഖാത്ത് കാണാൻ കഴിയും. ആ മീഖാത്തിന്റെ മുകളിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടുന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇങ്ങനെ രച്ച് കയറുന്നതായി കാണാം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക്. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകിയിട്ട് ഞങ്ങൾ ഇതാ വന്നിരിക്കുകയാണ്. നിനക്ക് പങ്കുകാരില്ല റബ്ബേ. ഏതൊരു സന്ദേശ പ്രചാരണത്തിന് വേണ്ടിയാണോ തന്റെ കാലുകളിൽ നിന്ന് രക്തമൊലിപ്പിച്ച് പ്രവാചകൻ ഒറ്റക്കിരുന്ന് കരഞ്ഞത്, ഏതൊരു ജനതയെ വെറുതെ വിടാൻ വേണ്ടിയാണോ അള്ളാന്റെ റസൂൽ എന്ന് ദുആ ചെയ്തത്, ആ ജനതയുടെ പിൻഗാമികൾ അള്ളാഹുവിന്റെ അതിഥികളെ സ്വീകരിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ അതിഥികൾക്ക് സർവ്വ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത് ഇസ്ലാമിന്റെ ആതിഥേയരായി മാറിയ സുന്ദരമായ കാഴ്ച നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ആ കാഴ്ചക്ക് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. വേദനാജനകമായ തകർന്നടിഞ്ഞ പൊള്ളുന്ന ചങ്കും പിടിക്കുന്ന ഹൃദയവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോരയൊലിക്കുന്ന കാലുമായി ആ തായിഫിന്റെ മണ്ണിലൂടെ നടന്ന ചരിത്രം പ്രിയപ്പെട്ടവരെ. ആ ചരിത്രം ഇതൊക്കെ അറിയുമ്പോ എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുക? എങ്ങനെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയുക?